ഷാനു നമ്മുടെ സജിയെ കിട്ടിയായിരുന്നോ? വിളിച്ചായിരുന്നോ? കണക്ട് ആവുന്നില്ല. വിളിച്ചു നോക്കാം. എവിടെടാ? എവിടാ? പത്തടിയോ? അതെന്തുവാ? നീ എന്നാ അവിടെ ഞാൻ അങ്ങോട്ട് വരാം. ഹരീഷേ, പത്തടി ആയിരിക്കും കേട്ടോ. എന്തൊരു പേരാടേ. പോയോടാ, പോയി നോക്കാം. ഉണ്ടായിരുന്നോ? എന്തൊരു പേരാണ് ഇത്? പത്തടി. നമ്മൾ പണ്ടുതൊട്ടേ കേൾക്കുന്ന പേരുണ്ട്. ആണോ? പ്രത്യേകത കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നതാ പത്തടി എന്നുള്ള സ്ഥലത്തെ കുറിച്ച്. നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ പഞ്ചായത്ത് മെമ്പറുണ്ട്. പുള്ളിക്ക് ചോദിച്ചാൽ. നമസ്കാരം. നല്ല വെറൈറ്റി പേരാണല്ലോ നിങ്ങളുടെ നാടിന്റെ, പത്തടി. അതെ. എന്തോ ഇതിൽ പ്രത്യേകത ഉണ്ടോ, അതോ നാട്ടുകാർക്ക് പത്തടി കൊടുക്കുന്ന സ്ഥലമാണോ ഇത്? അല്ല, പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഈ റോഡ് കുറുകെ ഒരു കലങ്ങുണ്ടായിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അത് 10 അടി നീളത്തിലുള്ള കലങ്ങായിരുന്നു. അങ്ങനെയാണ് അത് പറഞ്ഞ് ആ പേര് അങ്ങനെ പത്തടി. ഈ വാർഡിന്റെ പേര് പത്തടി അല്ലേ? അതെ, വാർഡിന്റെ പേര് പത്തടി എന്നാണ്. അതായത് പത്തടി വാർഡിന്റെ മെമ്പറാ. അതായത് ഈ കലുങ്കിന് സമാനമായിട്ട് 10 അടി നീളത്തിലുള്ള പാറ ഉണ്ടായിരുന്നു. ആ പാറ ഉണ്ടായതുകൊണ്ടാണ് പത്തടി പാറ എന്നുള്ള സ്ഥലമായിരുന്നു പേരാണ്. പത്തടി പാലം എന്നാണ് ആദ്യം വന്നത്. പിന്നീട് പത്തടി പേര് മാറി വന്ന ഇതുപോലൊരു സ്ഥലം വേറെ ഉണ്ട് കേട്ടോ, മുല്ലൂർ. ഞാൻ അങ്ങോട്ട് പോകും. സുലറിനെ വിളിച്ചിട്ടുണ്ട്. സർക്കാർ മുക്ക്. സുലണ്ണാ, നമ്മളങ്ങനെ സർക്കാർ മുക്കിലെത്തിയല്ലേ? അതെ, സർക്കാർ മുക്ക്, വിളക്കുടി പഞ്ചായത്താ. സർക്കാർ മുക്ക്. ഇത്തരത്തിൽ പേരുള്ള ഒരു സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. എന്നാൽ പ്രദേശവാസികളുണ്ട്. ചേട്ടാ, വെറൈറ്റി പേരുള്ള നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ? എന്താ എങ്ങനെ ഈ പേര് വന്നത്? പേര് എന്ന് വെച്ചാൽ നമ്മുടെ വല്യപ്പാട് പേര്. അത് എന്തായിരുന്നു ഈ സർക്കാർ എന്ന് പറയാൻ കാര്യം? എന്താ സർക്കാർ എന്തെങ്കിലും ഇവിടെ തീരുമാനം എടുക്കുന്നത് അന്ന് പുള്ളിയായിരുന്നു. അങ്ങനെ സർക്കാർ മുക്കുന്ന പുള്ളിയെ സർക്കാർ എന്നറിയപ്പെടുന്നത്. അതായത് പുള്ളി ഈ നാട്ടിലെ ചെറിയൊരു സർക്കാരായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? നാഗൂർക്കനി റാവുത്തർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വിളക്കുടി പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു സർക്കാർ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നോ അതിന് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ജീവിച്ച സ്ഥലമാണ്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് സർക്കാർ മുക്ക് എന്ന് മാറി ഈ പ്രദേശത്തിൻ്റെ പേര് സർക്കാർ മുക്ക് എന്നുള്ള പേരിലേക്ക് മാറുകയായിരുന്നു. ഈ പേരുകൾ മാത്രമല്ല കേട്ടോ, ഒട്ടേറെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്. ഈ നാട്ടിൽ തന്നെയാണ് കുര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, എലിക്കാട്ടൂരുണ്ട്, അടുക്കളമൂലയുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ പേരുകളുള്ള ഒരു പ്രദേശമാണ് അഞ്ചൽ, പുനലൂർ, പത്രാപുരം എന്നൊക്കെ പറയുന്ന പ്രദേശം. ഈ പേരുകളെല്ലാം തന്നെയുണ്ട്. വ്യത്യസ്ത പേരുകളുടെ ഒരു സംഗമഭൂമിയാണ് കൊല്ലം ജില്ലയെന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറമാൻ ഷാനാസ് ബൈദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.